അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഫാദർ സുലൈമാൻ ദാരിമി. ഇസ്ലാം അസത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുസ്ലിം പുരോഹിതൻ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും തെക്ക് മുതൽ വടക്ക് വരെയും ക്രിസ്തീയ പാതിരിമാർ വേദി കെട്ടിക്കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിച്ചും ക്രിസ്തുമത പ്രബോധനം നടത്തിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഫാദർ സുലൈമാൻ ദാരിമി. അന്ന് ഫാദർ സുലൈമാൻ ദാരിമിയുടെ പൊള്ളയായ വാദങ്ങൾക്ക് മറുപടി പറയാൻ മുസ്ലിം പണ്ഡിതന്മാർ ആവശ്യം വന്നില്ല. നേരെ മറിച്ച് പരസ്യമായ വേദിയിൽ വെച്ച് 8, 10, 12 വയസ്സുള്ള കുട്ടികളെ കൊണ്ടാണ് അന്ന് മുസ്ലിം സമൂഹം ഈ ഫാദർ സുലൈമാൻ ദാരിമിക്ക് മറുപടി കൊടുത്തത്. അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഫാദർ സുലൈമാൻ ദാരിമിയെ പിന്നെ ക്രിസ്തീയ പാതിരിമാർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ ഫാദർ സുലൈമാൻ ദാരിമിയുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ കണ്ടുപിടിക്കാൻ. ക്രിസ്തീയ പുരോഹിതന്മാർ ഇവനെ കൊണ്ടു നടന്ന് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ ഒരു വേദിയും ഇവന് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ആ ലോഹയൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ട് ഫ്രീക്കൻ പയ്യനായിക്കൊണ്ട് ടീഷർട്ടൊക്കെ അണിഞ്ഞ് ഒരു മാതൃകാ ദമ്പതികൾ എന്ന പേരിൽ പൊതുവായ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ രൂപവും ഭാവവും കണ്ട സമയത്ത് എനിക്ക് പോലും ആദ്യം മനസ്സിലായില്ല, എവിടെയോ കണ്ട ഒരു പരിചയമുണ്ട് എന്നല്ലാതെ ഈ ഒരു വേഷത്തിൽ കണ്ട സമയത്ത് എനിക്ക് പോലും മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് നമ്മുടെ മുമ്പത്തെ ഫാദർ സുലൈമാൻ ദാരിമി എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ കപടൻ ആരാണെന്ന് മനസ്സിലാക്കാതെ ഇവന്റെ വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യുന്ന മുസ്ലിം ചെറുപ്പക്കാർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപടനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കപടൻ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അർഹമായ അവജ്ഞയോടുകൂടി ഇവനെ തള്ളിക്കളയുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.